സംസ്ഥാന സർക്കാർ ശബരിമല ഭക്തജന സംഗമം സംഘടിപ്പിക്കുകയും അതിൻ്റെ ഉദ്ഘാടനത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയും ഉപമുഖ്യമന്ത്രി മകൻ സ്റ്റാലിനെയും ക്ഷണിക്കാൻ തീരുമാനിച്ചത് അപലനീയമാണ്, പ്രതിഷേധാർഹമാണ്. ഒന്ന്, ശബരിമലയെ തകർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി സർക്കാരും നടത്തുന്ന നാളിതുവരെ നടത്തിയിട്ടുള്ള നീക്കങ്ങളുടെ ആവർത്തനമാണ് ശബരിമല ഭക്തജന സംഗമത്തിൻ്റെ ഉദ്ഘാടനത്തിന് സ്റ്റാലിനെയും മകൻ സ്റ്റാലിനെയും ക്ഷണിക്കാനുള്ള തീരുമാനം. നേരത്തെ അവിടുത്തെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും തകർക്കാൻ വേണ്ടിയിട്ട് അവിശ്വാസികളായിട്ടുള്ള യുവതികളായിട്ടുള്ള രഹന ഫാത്തിമയെയും അതേപോലെ തന്നെ മറ്റുള്ളവരെയും ശബരിമലയിലേക്ക് അയച്ച അതിൻ്റെ തുടർച്ച എന്നുള്ള നിലക്കാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ശബരിമല ഭക്തജന സംഗമത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഈ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയും മകൻ സ്റ്റാലിനെയും ക്ഷണിക്കുന്നത്. കാരണം ദൈവവിശ്വാസത്തെ, ഹിന്ദു വിശ്വാസത്തെ, ഹിന്ദു ആരാധനാ രീതിയെ, അനുഷ്ഠാനങ്ങളെ പരസ്യമായിട്ട് അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്ത രണ്ട് നേതാക്കന്മാരാണ്, ഭരണാധികാരികളാണ് തമിഴ്നാടിലെ മുഖ്യമന്ത്രി സ്റ്റാലിനും അതേപോലെ ഉപമുഖ്യമന്ത്രി മകൻ സ്റ്റാലിനും. ഇവരെ തന്നെ ഈ അയ്യപ്പ ഭക്തജന സംഗമത്തിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കണമെന്ന് ഉള്ള പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ വാശി അത് ശബരിമലയെ തകർക്കാനുള്ള നിഗൂഢമായ നീക്കത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ശബരിമല ഭക്തജന സംഗമത്തിൽ ഈ പിണറായി വിജയനും അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും മകൻ സ്റ്റാലിനും വരുന്നതിന് മുമ്പ് ശബരിമലയുടെ തകർക്കാൻ, ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമത്തെ പശ്ചാത്തപിക്കുകയും കേരളത്തിലെ ഭക്തജന സമൂഹത്തോട് അവർ പരസ്യമായി മാപ്പ് ചോദിക്കുകയും വേണം. മാപ്പ് ചോദിച്ചതിന് ശേഷം മാത്രമേ പിണറായി വിജയനും സ്റ്റാലിനും മകൻ സ്റ്റാലിനും അയ്യപ്പ ഭക്തജന സംഗമത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ മാപ്പ് പറയാതെയാണ് പങ്കെടുക്കാൻ അവർ ശ്രമിക്കുന്നതെങ്കിൽ ജനാധിപത്യ രീതിയിൽ അത് തടയാനുള്ള എല്ലാ മാർഗങ്ങളും ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കും. ഇവരുടെ ഹിന്ദു വിരുദ്ധ അല്ലെങ്കിൽ ഈശ്വരനെ നിഷേധിക്കുന്ന ഇവരുടെ നിലപാടിൽ ജനങ്ങൾക്ക് അതിശക്തമായ അമർഷവും പ്രതിഷേധവുമുണ്ട്. അതിനോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി സമാധാന രീതിയിൽ ശബരിമലയെ തകർക്കാൻ, ആചാരാനുഷ്ഠാനങ്ങൾ അട്ടിമറിക്കാൻ കേരളത്തിലെ പിണറായി സർക്കാർ ശ്രമിച്ചപ്പോൾ സമാധാനപരമായ രീതിയിൽ ജനാധിപത്യ രീതിയിൽ സമരം ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ പേരിൽ കള്ളക്കേസ് കുടുക്കി അവരിപ്പോൾ കോടതി കയറി ഇറങ്ങുകയാണ്. അത്തരം സന്ദർഭത്തിലാണ് വീണ്ടും അയ്യപ്പ ഭക്തജന സംഗമം നടത്തിയിട്ട് ഈ നിരീശ്വരവാദികളെ, ഹിന്ദു വിരുദ്ധരായിട്ടുള്ള ആളുകളെ, സനാതനധർമ്മത്തെ ബഹിഷ്കരിക്കണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്തവരെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നത്.